ഒരു ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഈ മഴക്കാലത്തൊക്കെ നല്ലപോലെ നമുക്ക് ദേഹത്തിനൊക്കെ വേദനയൊക്കെ പോകാനും ദേഹരക്ഷ ചെയ്യാനും ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു കഞ്ഞിയായത്. ഞാനൊരു 100 ഗ്രാം ഉലുവ ഇത് കണ്ടോ, ഞാനൊരു 10 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഉലുവക്കഞ്ഞി ആകുന്നതുകൊണ്ട് നമ്മൾ ഇത്തിരി ഉലുവ കൂടുതൽ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ആവശ്യമുള്ളവരത് കുറച്ചാണെങ്കിലും എടുക്കാം. ഉലുവക്കഞ്ഞിക്ക് നല്ലൊരു കയ്പ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 കപ്പ് കുത്തരി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം വെള്ളത്തിൽ. പിന്നെ ഞാനിത് ഉണ്ട ശർക്കരയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണ്ട ശർക്കരയാണ്. അതൊരു വലിയ ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് പകുതിയാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ആവശ്യമനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കുറവ് ചേർക്കാം. ശർക്കരയൊക്കെ ഇട്ട് നല്ലപോലെ ഇട്ടാലേ നമുക്കിത് കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഞ്ഞിക്ക് നല്ല കയ്പ്പായിരിക്കും. പിന്നെ ഞാനിതൊരു വലിയ മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ തേങ്ങ അതും ആവശ്യമനുസരിച്ച് ചേർക്കാം. തേങ്ങയൊക്കെ കൂടുതൽ ഇടുവാണെങ്കിൽ കയ്പ്പിനൊരു കുറവ് വരും. നമ്മളിത് ആദ്യം ഞാൻ ഈ അരിയും ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ ഉലുവയും കൂടെ കുക്കറിൽ നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ അരിയും ഉലുവയും വേവിച്ചെടുക്കാം. ഇപ്പോൾ അരി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിക്കണം. കുത്തരി അല്ലേ വെന്ത് കഴിയുമ്പോൾ നല്ലതുപോലെ നിറഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ മേക്ക വെള്ളം ഒഴിച്ചാൽ പോരാ, അതിനേക്കാളും കൂടുതൽ ഇത്തിരി വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതുണ്ട് ഇതുപോലെ നല്ലപോലെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുവാണ്. ഞാനിപ്പം കുക്കർ വിസിലടിച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് നമ്മളൊന്ന് സ്ലോയിൽ വെച്ചാൽ മതി. കുത്തരി വേകുന്ന പാകം നമ്മൾ നോക്കണം. വെന്തില്ലെങ്കിൽ പിന്നെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഉലുവയൊക്കെ വെന്ത് വരുന്ന നേരത്തിന് ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ ശർക്കര ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഉലുവായും അരിയൊക്കെ ഉണ്ട്. ഉലുവായും അരിയൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായിരിക്കുവാണ്. നല്ല കണക്കായിട്ടിരിക്കുവാണ്. നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നതൊന്ന് അരിച്ചൊഴിക്കാം. ശർക്കരയ്ക്കകത്ത് വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചു വേണം ശർക്കര എപ്പോഴും ഒഴിക്കാൻ. ഈ ഉലുവക്കഞ്ഞിയൊക്കെ നമ്മൾ രാവിലെ കുടിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇത് കുടിക്കുവാണെങ്കിൽ നല്ലതാണ്. അതും രാവിലെ തന്നെ കുടിക്കണം. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ്സോളം നമ്മൾ കുടിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം. ഇനി നല്ലതുപോലെ ഇത് ഗ്യാസ് ഒന്ന് ഓണാക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. കൂട്ടത്തിൽ നമ്മൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ചുക്കുപൊടിയും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ്. ഞാനൊരു 1/2 സ്പൂൺ ചുക്കുപൊടിയും കൂടി ഇടുന്നുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഞാനൊരു 1/2 സ്പൂൺ ചുക്കുപൊടിയും കൂടി ഇട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് കണ്ടോ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങാം. ഒരു നല്ല സെർവിങ് ബൗളിലോട്ട് കുറച്ചെടുക്കാം. നമ്മുടെ ഉലുവക്കഞ്ഞി ഇത് കണ്ടോ നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഉലുവക്കഞ്ഞിയൊക്കെ കർക്കിടക മാസത്തിൽ കുടിക്കാനാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്താണെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.